എന്താ ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജാസ്മിൻ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ചെയ്യുന്ന ഹലോ ഗൈസ്, നമ്മുടെ റസ്മിൻ ഭായിൻ്റെ ഇൻ്റർവ്യൂ അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചെറുതായിട്ട് എല്ലാ യൂട്യൂബേഴ്സും എടുത്തിടുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കയറി കണ്ടു. ഒറിജിനൽസിനകത്തായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ആങ്കറൊക്കെ നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ നേരത്തെ ഞാൻ ചെയ്ത കുറച്ച് വീഡിയോസും അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ക്ലിപ്പ് കണ്ടു നോക്കാം. ഇറങ്ങിയ സമയത്ത് എല്ലാവരും പൊതുവെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പം പുറത്തിറങ്ങേണ്ട ആളല്ലായിരുന്നു, ഫ്രണ്ട്ഷിപ്പാണ് ഇതിനെല്ലാം കാരണം എന്നുള്ളത്. എന്താണ് ഈ ഒരു അഭിപ്രായത്തോട് പറയാനായിട്ടുള്ളത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കുറെ കേട്ടു. ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറെ കേട്ടു. ഇപ്പൊ ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് അവർ പറയുന്നതിന്റെ റീസൺ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇപ്പൊ ഞാനിത് പറഞ്ഞതിന് എങ്ങനെ എന്നെ എയർ കയറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം ഗെയിം ഫിസിക്കൽ ടാസ്കുകൾ അത്യാവശ്യം കളിക്കുമായിരുന്നു. പിന്നെ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തില്ല, അല്ലാണ്ട് അനാവശ്യ കാര്യങ്ങളിൽ കയറി ഇടപെടില്ല. ആകെപ്പാടെ അനാവശ്യ കാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ടത് അഭിഷേകും തമ്മിൽ ഫൈറ്റ് നടന്ന സമയത്ത് ഞാൻ കേൾക്കുന്നില്ല. ഇവര് ഇത് എന്താ ഹെൽത്തി കോൺവെർസേഷൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വയ്യാണ്ട് കിടക്കാം. അപ്പോൾ മറ്റേ അഭിഷേക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എന്തോ കുട്ടികളുടെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചാടിക്കേറി ഇടപെട്ടു. അപ്പൊ എല്ലാവരും പറഞ്ഞു എടി അവർ ഹെൽത്തി കോൺവെർസേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിന് പോകുന്നു. അത് മാത്രമാണ് ഞാൻ ആവശ്യമില്ലാണ്ട് കയറി ഇടപെട്ടത്. വേറെ റസ്മിനകത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ടോ ഇല്ല എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. കാരണം നമ്മൾ 24/7 കണ്ടിട്ടുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും അവിടെ കയറി ഏറ്റി പിടിക്കാനൊക്കെ പോയ റസ്മിനെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ശരിക്കും പിന്നെ പ്ലിങ്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നത്. ആ കാര്യം ഇവിടെ പറഞ്ഞപ്പോൾ അവൾ അതിനെക്കുറിച്ചല്ലല്ലോ പറഞ്ഞ വേറൊരു കാര്യത്തിനെ പറ്റി അത് കേട്ടതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കൊഴിഞ്ഞു. എല്ലാ വള്ളിയിലും കയറി ചാടുന്ന റസ്മിനെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. അപ്പം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, വന്നിട്ടുണ്ട്, അപ്പൊ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ ഇവൻ ഗബ്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്കറിയാം ക്യാമറ എപ്പോൾ തിരിയും, എന്ത് ഡയലോഗ് പറഞ്ഞാൽ ക്യാമറ തിരിയുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഇവൻ റസ്മിനെ നോക്കിക്കോ ഇപ്പൊ അതെ ക്യാമറ അവിടെ നിൽക്കുന്നത്, പക്ഷെ ഇപ്പൊ ക്യാമറ ഇങ്ങോട്ട് തിരിയുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെന്ന് വെച്ചാൽ ജാസ്മിന്റെ കൈ ചുമ്മാ കയറി പിടിക്കും. എന്നിട്ട് വിട് ജാസ്മിനെ വിട് ജാസ്മിനെ ഇവിടുത്തെ നീ കളിക്കല്ലേ ജാസ്മിനെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചുമ്മാ ഒരു കോൺവെർസേഷൻ ഇടും. കറക്റ്റ് ടൈമിൽ ക്യാമറ ഇങ്ങനെ തിരിയും. അപ്പൊ ഞാനും എടാ നീ കൊള്ളാലോ, മീൻസ് അവനറിയാം എന്ത് ഡയലോഗ് അടിച്ചാൽ അങ്ങനെ എന്ത് ചെയ്ത ക്യാമറ തിരിയുന്നു. അപ്പൊ ആക്ച്വലി അപ്പോൾ ഇതെല്ലാം തമാശയാണെന്നുള്ള രീതിയിലായിരിക്കും പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ പുറത്തിരിക്കുന്ന നമ്മൾ A-to-Z കാര്യങ്ങൾ കണ്ടാണ് ഇവർ കരയുന്നതും ഇവളെ കെട്ടിപ്പിടിക്കുന്നതും ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണോ പാവം പിടിച്ചവർ ഇങ്ങനെ ഇരുന്ന് വെളുപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, മെയിനിലോട്ട് വരാം. വെയിറ്റ് ചെയ്യും. കേട്ടൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ജിൻഡോ, നോറ, ജാസ്മിൻ, ഗബ്രി, റസ്മിൻ ഈ 5 പേര് പുറത്ത് ഓൾറെഡി ഷോയുടെ മുമ്പ് മീറ്റിംഗ് അങ്ങ് കൂടി പ്ലാൻ ചെയ്തു വന്ന ആൾക്കാരാണ് എന്നുള്ളത്. നിങ്ങൾ തമ്മിൽ പുറത്ത് എന്തെങ്കിലും കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ്? പിന്നെ ഞങ്ങൾ പണ്ട് മുതൽ ഞാനൊന്നും പറയുന്നില്ല, ജിൻഡോ ബ്രോ നമ്മുടെ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കിങ് ലെയർ, കള്ളത്തരത്തിന്റെ ആശാനാണ് ജിൻഡോ ബ്രോ. അപ്പൊ ഈ ടാസ്കുകളിൽ പുള്ളിക്കറിയാം, അതായത് ഔട്ട് പോകുന്നത് ടാസ്ക് തരുന്ന സമയത്ത് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് നന്നായിട്ട്. ഓക്കെ, അപ്പം ജിൻഡോ ബ്രോ കിങ് ലെയർ ഓക്കെ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം കള്ളം പറയാതിരിക്കോ ഓക്കെ, അയാളുടെ ഗെയിം പ്ലാൻ ആയിക്കോട്ടെ. അതിനു മുമ്പ് നമുക്ക് പണ്ടൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ സൈഡിൽ വെച്ച് തരാം. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഏകദേശം കാര്യം മനസ്സിലാവും. ഇവളുടെ ഫോൺ നമ്പർ ഇന്ന് വിളിക്കാൻ ഇതെവിടുന്നാ റസ്മിനെ, ഇതെവിടുന്നാ? ആ സമയത്ത് റസ്മിന്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? റസ്മിന്റെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്നിട്ട് പിന്നെ റസ്മിൻ പറയാന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്നാണ് റസ്മിൻ സംസാരിക്കുന്നത്. ജാസ്മിന് റോണറുടെ നമ്പർ മുന്നൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറൊരാളും കൂടെ വരുന്നുണ്ട്, കോമണറായിട്ടുള്ള നിഷാന. ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവളെ അടിച്ച് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തതൊക്കെ. ഇത് ഈ വീഡിയോ കാണുമ്പോഴും ഇതിനകത്ത് റസ്മിൻ്റെ ആക്ഷനും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു. പിന്നെ ഈ വെളുപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടാത്തത്. അങ്ങേര് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ജിൻഡോനെ പോയി പുറത്തുനിന്ന് പോയി അവർ
കാണുകയും ചെയ്ത് പുള്ളി ഇതിന് പറ്റത്തില്ലെന്ന് എടുത്തു പറയുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഷോയ്ക്കകത്ത് വന്ന അയാൾക്ക് എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇനി അടുത്തിലോട്ട് പോകാം. പോയി. എന്നിട്ട് വേറൊരു സിറ്റുവേഷനിൽ പുള്ളി അത് പറഞ്ഞു, ഇതെന്റെ ഗെയിമാണ്, ഞാൻ എന്റെ ഗെയിം ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരം പറയും, അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരാണ്, നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ, അതാണ് എന്റെ ഗെയിം, അതാണ് എന്റെ മിടുക്കെന്ന് പുള്ളി പറയുകയും ചെയ്തു. ജിൻഡോ കള്ളം പറഞ്ഞതാണ്, യാതൊരു ബന്ധവും ഇല്ല. ഇല്ല, ഞാൻ നോറ എന്താ ഇൻഫ്ലുവൻസർ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ജാസ്മിൻ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ചെയ്യുന്ന. പുള്ളിക്കൊന്നും അറിയത്തില്ല, ജാസ്മിനെ നോറയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായി, നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് A to Z കാര്യങ്ങൾ. അപ്പം ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് കള്ളം പറഞ്ഞാന്ന് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ചുമ്മാ പറഞ്ഞു ഇതെൻ്റെ ഗെയിമാണ്, അങ്ങനെയാണ്. അതെ, അയാളുടെ ഗെയിമാണ്, അയാളെ നൈസായിട്ട് എസ്കേപ്പായി. ആ ഒരു കള്ളം പറഞ്ഞ് പുള്ളി നൈസായിട്ട് അങ്ങ് എസ്കേപ്പായി. അത് ജിന്നോടെ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് അടുത്തൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് അങ്ങ് അവസാനിക്കും. ആയിട്ടാന്ന് തോന്നുന്നു. അതെ, ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞങ്ങൾ മിക്കപ്പോഴും അതായത് ഞങ്ങൾ ഒരു ടീമിലായിരിക്കും. അപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി പല നിലവാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലൊക്കെ പുള്ളി ഭയങ്കര പാവത്താനെ പോലെയൊക്കെ ഇരുന്ന് നമ്മുടെ യമുന ചേച്ചിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പുള്ളി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ടീമാണ് ജിൻഡോ ബ്രോ, ഞാൻ ജാസ്മിൻ ജിൻഡോ ഒരുമിച്ചാണ്. അപ്പം ഞാൻ ജിൻഡോ ബ്രോനെ ജാസ്മിൻ രതീഷേട്ടനെ ഹാൻഡിൽ ചെയ്യും, ഞാൻ ജിൻഡോ ബ്രോനെ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വീക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ജിൻഡോ ബ്രോനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത്, ബ്രോ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ പറയുന്ന കാര്യം. അതിഥി പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഓക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് അവൻ എന്താ പറയുക മണ്ടനും പൊട്ടനും അവൻ പറയുന്ന എല്ലാ ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ആവത്തുള്ളൂ എന്ന് കരുതി പുള്ളിക്കാരി ഇറങ്ങി മാസമാവാൻ നോക്കിയതാണ്. അവസാനം ദേ കിടക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. പുള്ളി എന്താണ്, പുള്ളി ഏത് ലെവലാണെന്ന് വരെ കാണിച്ചു തന്നത് ഒരു പക്ഷേ ഇവരൊക്കെ തന്നെ. എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആലോചിക്കണം, 24/7 കണ്ട എല്ലാവരും ഉണ്ട് ഇവിടെ. എപ്പിസോഡ് മാത്രം കാണുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. ഇവർക്ക് A to Z കാര്യങ്ങൾ അറിയാം, ആരൊക്കെ എന്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അറിയാം. റസ്മിന് നല്ല പങ്കുണ്ട് ഇതിൽ. അവർ ആദ്യം പ്ലാൻ ചെയ്ത് നിഷാനെ പുറത്താക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവരുടെ ആദ്യത്തെ ശ്രമം. അതവർ വിജയിക്കുകയും ചെയ്തു. പിന്നെ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം മാത്രമാണ് അവർ കോംബോ മാറ്റി പിടിച്ചതും അർജുനും ഇതും തമ്മിൽ മീൻസ് ശ്രീതു ആണ് നല്ല കോംബോ. ഇത് ഓൾറെഡി ഇതെല്ലാം ജിൻഡോ പറഞ്ഞു കഴിഞ്ഞു ടിഷ്യൂ പേപ്പറിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ സംഭവം നമ്മൾ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീതുവിൻ്റെ ബർത്ത്ഡേ സമയത്തും ഇവർ പേപ്പറിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഇവർ എന്താ പറയുക, ഇതുപോലൊരു ഫേക്ക് പേഴ്സണെ ഞാൻ കണ്ടിട്ടില്ല ഈ ഷോയിലാണ്, ഈ ബിബിയുടെ. എനിക്ക് ഫസ്റ്റ് വീക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ നമുക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും ഇടുക. താങ്ക് യു, ലവ് യു.